ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇസ് എ പീരിയഡ് കെയർ വീഡിയോ. പീരിയഡ്സ് ടൈമിൽ ഹെൽത്തി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും ആൻഡ് അതേപോലെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതിനെ പറ്റിയ കുറച്ച് ടിപ്സും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആൻഡ് ആ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യുക. സോ ദാറ്റ് ഇങ്ങനെ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പീരിയഡ് സമയത്ത് മൈൻഡും ബോഡിയും ഒരേപോലെ ഹെൽത്തി ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും ഇരിക്കുക എന്നുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് രണ്ടും ഹെൽത്തി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പീരിയഡ്സ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയതും ഞാൻ ചെയ്ത് നോക്കിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും ആയ കുറച്ച് സെൽഫ് കെയർ ടിപ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ദ ഫസ്റ്റ് വൺ ഈസ് ടേക്കിങ് എ വാം ബാത്ത്. വാം ബാത്ത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാവും. സോ ട്രസ്റ്റ് മീ ഗൈസ്, നല്ല രീതിയിൽ റിലാക്സേഷൻ ഉണ്ടാകും ഒരു വാം ബാത്ത് എടുത്തു കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പീരിയഡ് സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏക കാര്യം എന്താണ്? പീരിയഡ്സ് പെയിൻസ് അല്ലെങ്കിൽ പീരിയഡ്സ് ക്രാംസ്. അതിന് നല്ല രീതിയിലൊരു റിലാക്സേഷൻ ഉണ്ടാകും ഈ ഒരു വാം വാട്ടറിൽ ഒന്ന് കുളിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അതല്ലാതെ ഒരു ഓപ്ഷൻ വരുന്നതാണ് ഹോട്ട് വാട്ടർ ബാഗ് നമുക്ക് വെച്ചിട്ട് നമുക്ക് ചൂട് അപ്ലൈ ചെയ്യാമല്ലോ അബ്ഡോമിനൽ ഏരിയാസ് അല്ലെങ്കിൽ ബാക്കിൽ. അവിടേക്കാണ് നമുക്ക് പീരിയഡ് ക്രാംസ് അല്ലെങ്കിൽ പീരിയഡ് പെയിൻസ് ഉണ്ടാകുന്നത്. സോ അവിടെ നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഹീറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സെൽഫ് കെയർ എന്ന് വെച്ചാൽ. ഇത് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു മസിൽസ് ഉണ്ടല്ലോ, ആ ഒരു ടൈറ്റായിട്ടിരിക്കുന്ന ആ ഒരു മസിൽസിന് നമ്മൾ ഈ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ നമ്മളത് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോഴത്തേക്കിന് ആ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആവും. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് സെൽഫ് കെയർ ടിപ്പ്. സെക്കൻഡ് വൺ എന്താണ്? ഈറ്റിംഗ് പീരിയഡ് ഫ്രണ്ട്ലി ഫുഡ്. എന്താണ് പീരിയഡ് ഫ്രണ്ട്ലി ഫുഡ്? പീരിയഡ് സമയത്താണെങ്കിലും അല്ലെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പീരിയഡ് സമയത്ത് കഴിക്കാൻ പാടില്ലാത്തതും അതേപോലെ കഴിക്കേണ്ടതുമായിട്ടുള്ള കുറേ ഫുഡ്സ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം. എപ്പം ഈ ടിപ്സ് എല്ലാം പറഞ്ഞതിന് ശേഷം ഏതൊക്കെ ഫുഡ്സാണ് നിങ്ങൾക്ക് പീരിയഡ് സമയത്ത് കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റില്ലാത്തതുമായിട്ടുള്ള ഫുഡ്സും അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഈ ടിപ്സ് എല്ലാം ഒന്ന് പറഞ്ഞു തീർത്തിട്ട് ബാക്കി ഞാൻ പറയാം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. അതാണ് ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. നമുക്ക് പീരിയഡ് സമയത്ത് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ് എന്ത്? മാക്സിമം റെസ്റ്റ് ആൻഡ് അതേപോലെ സ്ലീപ്പ്. ഇത് രണ്ടും നമുക്ക് വേണം. ഈ റെസ്റ്റും അതേപോലെ സ്ലീപ്പും എന്ന് പറയുന്നത് നമുക്ക് നോർമലി നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ളൊരു സംഭവം തന്നെയാണ്. കാരണം പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കുറേ ഹെൽത്ത് ഇഷ്യൂസിനെ അത് ബാധിക്കും. സോ മിനിമം ഒരു 6 hours നമുക്ക് എന്തായാലും സ്ലീപ്പ് കിട്ടിയേ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 hours പോലും സ്ലീപ്പ് കിട്ടാത്ത ഒരാളെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി പല എന്താ പറയുക ഹെൽത്ത് കണ്ടീഷൻസിന് പല ബുദ്ധിമുട്ടുണ്ടാവും. സോ എന്താണ് പീരിയഡ് സമയത്തും അതിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ സ്ലീപ്പും റെസ്റ്റും പറയുന്നത് വെച്ചാൽ ഒത്തിരി റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പറയും നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എന്നും റെസ്റ്റ് എടുത്തിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇതല്ല പറയുന്നത്. അങ്ങനെയുള്ളൊരു റെസ്റ്റ് ചെയ്യുക എന്നല്ല നമ്മൾ പറയുന്നത്. പീരിയഡ്സിൻ്റെ ഒരു ഫസ്റ്റ് 4 days മാക്സിമം നിങ്ങൾ ഹെവി ആയിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ നമ്മളുടെ ശരീരം ഒരുപാട് നമ്മൾ ശരീരം ഇളകി പണി ചെയ്യുക എന്നുള്ള കാര്യം പറയത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹെവി വർക്കൗട്ട്സ് അതൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഒരു ഫസ്റ്റ് 4 days. ഇപ്പോൾ ചിലർക്കെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി നമുക്ക് പീരിയഡ് പെയിൻസും അല്ലെങ്കിൽ എല്ലാം കാരണം നമുക്ക് ഇപ്പോൾ ഒരു വർക്കൗട്ടിന് പോകാനാണെങ്കിലും അല്ലെങ്കിൽ ബോഡി കംപ്ലീറ്റ് ആയിട്ടൊരു വീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ചിലർക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണല്ലോ, ഓരോ രീതിയിലാണ്. അപ്പം ചിലർക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. സോ അങ്ങനെ ഫീൽ ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ എന്താ എനിക്ക് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കൊരു ഹെവി വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നല്ല പണി എന്തെങ്കിലും ചെയ്താലും എനിക്ക് കുഴപ്പമില്ലല്ലോ, എനിക്ക് അങ്ങനത്തെ പെയിനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഫസ്റ്റ് 4 days നമ്മൾ റെസ്റ്റ് എടുത്തേ പറ്റും. നമുക്ക് ചിലപ്പോൾ അത് അങ്ങനെ തോന്നുമായിരിക്കും, കുഴപ്പമില്ലല്ലോ പിന്നെ എന്താണ്. പക്ഷേ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. നമ്മുടെ ബോഡിക്ക് പീരിയഡ് സമയത്ത് ഫസ്റ്റ് 4 days എന്തായാലും റെസ്റ്റ് ആവശ്യമാണ്. എക്സസൈസോ ഒന്നും ചെയ്യാൻ പാടില്ലെന്നല്ല, നമുക്ക് എക്സസൈസ് ചെയ്യാം. പീരിയഡ്സ് ടൈമിൽ ചെയ്യാൻ പറ്റുന്ന കുറേ എക്സസൈസ് ഉണ്ട് സിമ്പിളായിട്ടുള്ള. നമുക്ക് പീരിയഡ് പെയിൻസിൽ റിലാക്സേഷൻ വരെ കിട്ടുന്ന കുറേ ടൈപ്പ് ഓഫ് വർക്കൗട്ട്സ് അല്ലെങ്കിൽ എക്സസൈസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഹെവി വർക്കൗട്ടിൻ്റെ കാര്യമാണ്. അല്ലെങ്കിൽ സോ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഡ്രിങ്കിങ് പ്ലെൻറ്റി ഓഫ് വാട്ടർ. വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എന്ത്? വെള്ളം കുടിക്കുക എന്നുള്ളത്. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ?
സോ എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഡീഹൈഡ്രേഷൻ വന്നാൽ കുറേ എന്താ പറയുക ഇതേപോലത്തെ ഹെൽത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. സോ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. പീരിയഡ് സമയത്ത് നമ്മുടെ ബോഡി നിങ്ങൾക്കറിയാം നമ്മുടെ ബോഡി ഓവർ ഹീറ്റ് ആവുന്നൊരു ടൈമാണ്. സോ ആ ഹീറ്റിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റിനെ കൂൾ ഡൗൺ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് തണുത്ത ഐസ്ക്രീമോ അല്ലെങ്കിൽ തണുത്ത ഷേക്കോ ജ്യൂസോ അതൊന്നും കുടിച്ചല്ല ബോഡി ഹീറ്റ് എന്താണ് കൂൾ ഡൗൺ ചെയ്യുന്നത്. അതൊന്നും കുടിച്ചാൽ ബോഡി ഒട്ട് കൂൾ ആവത്തുമില്ല. നമ്മുടെ ബോഡി കൂൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആവശ്യത്തിന് വെള്ളം വേണം. സോ ഒരുപാട് വെള്ളം കുടിക്കുക. ആൻഡ് അതേപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളത്. ഫ്രൂട്ട്സ് കഴിച്ചും അതേപോലെ ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചും വെള്ളം കുടിച്ചും ഒക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ബോഡി ഒന്ന് കൂൾ ഡൗൺ ചെയ്യേണ്ടത്. ആ പീരിയഡ് ഹീറ്റിനെ ഒന്ന് കുറയ്ക്കാൻ പറ്റുന്ന ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ തണുത്ത ഒരു ജ്യൂസോ തണുത്ത ഷേക്കോ തണുത്ത നമുക്ക് ഐസ്ക്രീംസോ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്നും കൂടെ ഹീറ്റ് ആവത്തതുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം നമ്മൾ കഴിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും, പക്ഷേ അത് നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലുമ്പം ഒന്നും കൂടെ ഹീറ്റാണ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം പീരിയഡ്സ് ടൈമിൽ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ ഫുഡ്സ് ഒന്നും അല്ല കഴിക്കേണ്ടത്. എന്ത് ചെയ്യണം? മാക്സിമം കുറേ വെള്ളം കുടിക്കുക ആൻഡ് അതേപോലെ ഫ്രൂട്ട്സ് കഴിക്കുക. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ചേഞ്ച് യുവർ സാനിറ്ററി പാഡ്സ് ഇൻ എവറി 4 to 5 hours. മാക്സിമം പറയുന്ന ടൈമാണ് ഈ 5 hours. ഈ 5 hoursനുള്ളിൽ എന്തായാലും നിങ്ങളുടെ സാനിറ്ററി പാഡ്സ് ചേഞ്ച് ചെയ്തേ പറ്റും. ഇപ്പം സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഓഫീസിൽ എല്ലായിടത്തും നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. സോ നമുക്ക് സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിലും അങ്ങനെ നമുക്ക് അവിടെ നമുക്ക് ചേഞ്ചൊക്കെ ചെയ്യാം. വാഷ്റൂംസിൽ അതൊക്കെ അവൈലബിൾ ആണ്. സോ നമുക്കത് അവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. 4 അല്ലെങ്കിൽ 5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ സാനിറ്ററി പാഡ്സ് ചേഞ്ച് ചെയ്തേ പറ്റൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ആവും. കാരണം അത്രയും ബ്ലഡാണ് അതിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പീരിയഡ്സ് ടൈമിലെ സെൽഫ് കെയർ ടിപ്സ്. അപ്പോൾ 5 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 എണ്ണം നിങ്ങളൊന്ന് ട്രൈ ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾക്ക് ശ്രമിക്കുക കേട്ടോ. ഇനി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പീരിയഡ് ഫ്രണ്ട്ലി ഫുഡിനെ കുറിച്ച് അല്ലേ. പീരിയഡ് സമയത്ത് കഴിക്കാൻ പറ്റുന്നതും അതേപോലെ കഴിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാമെന്ന് പറയുന്നു. സോ ഇനി നമുക്ക് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്ത്? പീരിയഡ് സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഫുഡ്. ഏതൊക്കെ ഫുഡാണ് നമുക്ക് പീരിയഡ്സ് ടൈമിൽ കഴിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് ഉണ്ടാകുന്ന പീരിയഡ് പെയിൻസ് ഒക്കെ കുറയുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നത്, നമ്മുടെ ബോഡി ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ഫുഡാണ് നമുക്ക് പീരിയഡ്സ് ടൈമിൽ കഴിക്കാൻ പറ്റുന്നത്. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പീരിയഡ് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ്സാണ് ഡാർക്ക് ചോക്ലേറ്റ്സ്, അതേപോലെ ഫ്രൂട്ട്സ്, അതേപോലെ ഹെർബൽ ടീ, ചിയ സീഡ്, നട്ട്സ്, ലീഫി വെജിറ്റബിൾസ്. ഇതൊക്കെ നമുക്ക് പീരിയഡ്സ് ടൈമിൽ കഴിക്കാൻ പറ്റിയ കുറച്ച് നല്ല ഫുഡ്സാണ്. ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി പറഞ്ഞാൽ ഹീറ്റിനെ കൺട്രോൾ ചെയ്യും, അതേപോലെ പീരിയഡ് പെയിൻസ് കുറയും ഒക്കെ ചെയ്യും. അപ്പം അതിൽ നിങ്ങൾ കൂടുതലും കേട്ടിട്ടുള്ള സംഭവമായിരിക്കും ഈ ചോക്ലേറ്റിൻ്റെ കാര്യം. അപ്പം അതിൽ എല്ലാവർക്കും ഒരു മിസ്റ്റേക്ക് വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ ആൾക്കാരും ഈവൻ ഞാൻ ഉൾപ്പെടെ നേരത്തെ നമ്മൾ നോർമലി നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ്സ് ആയിരിക്കും നമ്മൾ മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. പീരിയഡ്സ് പെയിൻ കുറയും ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പീരിയഡ് പെയിനൊരു റിലീഫ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ച് കഴിക്കും. സോ കഴിവതും നിങ്ങൾ നോർമൽ ചോക്ലേറ്റ്സ് അവോയ്ഡ് ചെയ്തിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നോർമൽ ചോക്ലേറ്റ്സിൽ ഷുഗറുണ്ട്. ഷുഗർ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. എസ്പെഷ്യലി പീരിയഡ് ടൈമിൽ ഷുഗർ ഒട്ടും നല്ലതല്ല നമുക്ക്. പിന്നെ പറയുന്ന കാര്യമാണ് ഫ്രൂട്ട്സിൻ്റെ കാര്യം. ഫ്രൂട്ട്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, ഞാൻ പറഞ്ഞു, പീരിയഡ്സ് ടൈമിൽ എക്സ്ട്രാ ഹീറ്റായിരിക്കും നമ്മുടെ ബോഡി. സോ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കും. അങ്ങനെ ഒരുപാട് ഹീറ്റായിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഹീറ്റിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനാണ് എന്ത് കഴിക്കുന്നത്? ഫ്രൂട്ട്സ് കഴിക്കുന്നത്. സോ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പം ഫ്രൂട്ട്സ് കഴിക്കുന്നപ്പം നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം. ഫ്രൂട്ട്സ് ഈ പറഞ്ഞാൽ തണുപ്പില്ലാതെ ഫ്രൂട്ട്സ് ജ്യൂസായിട്ടും കുടിക്കാം. അതേപോലെ അല്ലാതെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുകയും ചെയ്യാം. അപ്പം ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കും തോറും എന്ത് ചെയ്യും? നമ്മുടെ ബോഡി കൂൾ ഡൗൺ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെർബൽ ടീ, അതേപോലെ നമ്മൾ തുളസി സംഭവമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുടിക്കാം. അതൊക്കെ നമുക്ക് ബോഡി റിലാക്സ് ആവാനായിട്ടും ഈ ഒരു നമ്മുടെ പീരിയഡ് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ മാറാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഹെർബൽ ടീ. അതുപോലെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കുടിക്കത്തില്ലേ, അത് നല്ലതാണ്. പിന്നെ അതേപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണല്ലോ, ചീര, അതേപോലത്തെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നട്ട്സ് സംഭവങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമുക്ക് പീരിയഡ്സ് ടൈമിൽ കഴിക്കാൻ പറ്റിയ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പീരിയഡ് സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഫുഡ്. എന്തൊക്കെയാണ് പീരിയഡ്സ് ടൈമിൽ കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് എന്ന് നോക്കാം. പീരിയഡ്സ് ടൈമിൽ കഴിക്കാൻ പാടില്ലാത്ത ഫുഡാണ് എന്ത്? സോൾട്ടി ഫുഡ്, സ്പൈസി ഫുഡ്, ഷുഗറി ഫുഡ്. ഇത് മൂന്നുമാണ് ഏറ്റവും നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള സംഭവം.
അത് പീരിയഡ്സ് ടൈമിൽ പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞു നമ്മുടെ ബോഡി എന്തായിരിക്കും നല്ല ഹീറ്റായിട്ടിരിക്കുന്ന ടൈമാണ്. ആ സമയത്ത് ഒരുപാട് സ്പൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചെറിയൊരു കറിയുടെ എരിവ് അതല്ല, ഓവറായിട്ട് മസാലാസ് ഉള്ള ഈ സ്നാക്സോ അല്ലെങ്കിൽ മസാലാസും എരിവുള്ള നമ്മളിപ്പോൾ ന്യൂഡിൽസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ന്യൂഡിൽസോ അല്ലെങ്കിൽ അത്ര എരിവും ഒക്കെ ഉള്ള ഫുഡുണ്ടല്ലോ, ഫ്രൈഡ് ഫുഡ്, ഒരുപാട് ഈ ജങ്ക് ഫുഡൊക്കെ വരത്തില്ല, അങ്ങനത്തെ ഫുഡ് മാക്സിമം ഒഴിവാക്കുക. കാരണം ഒരുപാട് സ്പൈസും സോൾട്ടും ഒക്കെ നമ്മുടെ ബോഡിയിലൊക്കെ വരുമ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി നല്ലതായിട്ട് ചൂടാവും. സോ അതാണ് മാക്സിമം എന്ത് ചെയ്യുക, സ്പൈസി ഫുഡും സോൾട്ടി ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതേപോലെ അവോയ്ഡ് ചെയ്യേണ്ട സംഭവമാണ് ഷുഗർ കണ്ടൻറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ചോക്ലേറ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഷുഗർ നമുക്ക് മധുരം കഴിക്കാനായിട്ട് ക്രേവിങ്സ് ഒക്കെ തോന്നും, ഇഷ്ടം പോലെ നമുക്ക് മധുരം കഴിക്കാൻ തോന്നും. പക്ഷേ മാക്സിമം ഷുഗർ കുറയ്ക്കുക, അത്രേ പറയുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് അത് ചിലപ്പോൾ പോസിബിൾ ആകില്ല. നമുക്ക് ഷുഗർ കഴിക്കാനുള്ള ക്രേവിങ്സ് ഒക്കെ തോന്നും ആ ടൈമിൽ. അതെല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്നല്ല. പക്ഷേ ഷുഗറിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക. കാരണം പീരിയഡ്സ് ടൈമിൽ ഷുഗർ ചെല്ലുന്നതും നോർമലി നമുക്ക് ഷുഗർ വൈറ്റ് പോയ്സൺ എന്നാണ് പറയുന്നത്. ഷുഗർ കഴിക്കുന്നത് ഹെൽത്തിനൊട്ടും നല്ലതല്ല. ആൻഡ് ദിസ് പീരിയഡ് ടൈമിലാണെങ്കിൽ ഒട്ടും നല്ലതല്ല ഷുഗർ കഴിക്കും. പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് കഫെയിനാണ് നമുക്ക് ഇതുപോലെ അവോയ്ഡ് ചെയ്യേണ്ട വേറെ സംഭവം. കോഫി കുടിക്കാൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചായ കുടിക്കാം, ഹെർബൽ ടീസോ അങ്ങനത്തെ ചായയൊക്കെ കുടിക്കാം, പക്ഷേ കോഫി കുടിക്കാൻ പാടില്ല. അപ്പോൾ കോഫിയാണ് അടുത്തതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട വേറൊരു സംഭവം. ഐസ്ക്രീംസും അതേപോലെ ഷേക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത്രയും ഓവറായിട്ട് തണുത്ത ഫുഡ് ചെല്ലുമ്പോഴത്തേക്കിനെ നമ്മുടെ ബോഡി ഓവറായിട്ട് ചൂടാവും. സോ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് തണുത്ത ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പീരിയഡ്സ് കെയർ ടിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.